ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൽ 55-ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. പൊതുവെ വേദാന്ത ശാസ്ത്രത്തിൽ സ്വപ്നത്തെക്കുറിച്ച് വലിയ വിശകലനങ്ങൾ നടത്താറുണ്ട്. ഗുരു ഇവിടെ നെടിയ കിനാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിനാവ് സ്വപ്നമാണ്. അപ്പോൾ നമ്മളുടെ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയും നമ്മൾ അല്ലാതെ കാണുന്ന സ്വപ്നവും രണ്ടും സ്വപ്നമാണ് എന്നാണ് വേദാന്തത്തിൻ്റെ വിശകലനം. മഹർഷിമാരതിനെ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ സാധാരണ അതിനെ അങ്ങനെ അംഗീകരിക്കാറില്ല. തത്വശാസ്ത്രം എന്നുള്ള രീതിയിൽ പലപ്പോഴും യാഥാർത്ഥ്യത്തെ മാത്രം ആണ് നമ്മൾ കാണേണ്ടത് എന്ന് പറയുമ്പോൾ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥ യാഥാർത്ഥ്യമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഭൗതികവാദികൾ അത് പറയുന്നത്. എന്നാൽ നമ്മൾ ജീവിക്കുന്നത് ഈ നമ്മളുടെ സ്വപ്നത്തിലാണ് താൻ. പക്ഷേ നമ്മളുടെ സാധാരണ ഒരു ചിന്തയും നമ്മുടെ അനുഭവമൊന്നും ഇതിനെ സ്വപ്നമായി കാണാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം സ്വപ്നം നമ്മൾ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഒന്നാണ്. അതുകൊണ്ട് അത് മാത്രമാണ് സ്വപ്നം, ഇത് സ്വപ്നമല്ല എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയമാണ് ഇത്. അതുകൊണ്ട് തന്നെ ആത്മോപദേശ ശതകത്തിൽ ഗുരു അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഗുരു പറയുകയാണ്, നെടിയ കിനാവിതു നിദ്ര പോലെ നിത്യം കെടുമിതുപോലെ കിനാവും ഇപ്രകാരം കെടുമതി കാണുകയില്ല കേവലത്തിൻ പെടുവതിനാൽ അനിശം ഭ്രമിച്ചിടുന്നു. അപ്പോൾ നെടിയ കിനാവിതുപോലെ, ഇവിടെ നെടിയ കിനാവ് നമ്മളുടെ ദൈനംദിന ജീവിതം അതിങ്ങനെ ഒരു വലിയ കിനാവായിട്ട് സ്വപ്നമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ നിദ്ര നമുക്ക് എല്ലാ ദിവസവും വന്നു പോകുന്നതാണ്. നിത്യം കെടും ഇതുപോലെ കിനാവും ഇപ്രകാരം. അപ്പോൾ നിദ്ര വന്നു പോകുന്നു, അതേപോലെ തന്നെ നമ്മുടെ സ്വപ്നവും വന്നു പോകുന്നു. പക്ഷേ ഇത് ഇങ്ങനെ വന്നു പോകുന്നതാണ് ഈ സ്വപ്നം, ജാഗ്രത് എന്നുള്ളത് കെടുമതി, ബുദ്ധി കെട്ടുപോയിട്ടുള്ള, മതി എന്ന് പറയുന്നത് ബുദ്ധിയാണ്. അങ്ങനെയുള്ള ആളുകൾ ഇത് കാണുന്നില്ല, കേവലത്തിൽ പെടുവതിനാൽ അനിശം ഭ്രമിച്ചിടുന്നു. സാധാരണ ഇതുള്ളത് കൊണ്ട് ഈ ഭ്രമത്തിൽ പെട്ടുപോവുകയാണ്. നമ്മളുടെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് ഈ ഭ്രമം, ബുദ്ധി നശിച്ചു പോയത് കൊണ്ട് സംഭവിച്ചിരിക്കുന്ന ഭ്രമമാണ് നമ്മളുടെ വിദ്യാലയങ്ങളിലും നമ്മുടെ ചുറ്റുപാടുമൊക്കെ നടക്കുന്ന അക്രമങ്ങൾ, ആത്മഹത്യകൾ, കൊലപാതകങ്ങളൊക്കെ. ഇന്ന് വളരെ ചെറിയ കുട്ടികൾ, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ കുത്തി മരിക്കുകയാണ്. വളരെ ആശങ്കയുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് ഇന്ന് നമ്മളുടെ അധ്യാപകരും മാതാപിതാക്കളുമൊക്കെ ഉണർന്ന് തുടങ്ങിയിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ
എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, ഒരു നൂറ്റാണ്ടിന് മുൻപ് പറഞ്ഞു, ബുദ്ധേഹി വൈകല്യജനകം മദ്യം. ബുദ്ധിക്ക് വൈകല്യമുണ്ടാക്കുന്നതാണ് മദ്യം. അത് മദ്യം കഴിക്കാത്ത ആളുകൾക്കും ഭ്രമമായിട്ടിവിടെ പോകുമ്പോൾ മദ്യവും കൂടി കഴിച്ചാലുണ്ടാകുന്ന, മദ്യം എന്ന് പറഞ്ഞാൽ കുടിക്കുന്നത് മാത്രമല്ല, നമ്മൾക്കിന്ന് കിട്ടുന്ന മയക്കുമരുന്നുകൾ ഉൾപ്പെടെ, അതും കൂടി ആയിക്കഴിയുമ്പോൾ, പൊതുവേ നമ്മളുടെ ഈ കുരങ്ങൻ ചഞ്ചല ചിത്തനാണ്. അങ്ങനെയുള്ള ആ കുരങ്ങനെ കുറച്ച് മദ്യം കുടിപ്പിച്ചാലുണ്ടാകുന്ന അവസ്ഥ, അങ്ങനെ മദ്യം കഴിച്ചിരിക്കുന്ന കുരങ്ങിനെ ഒരു തേളുകൂടി കുത്തിയാൽ എന്തായിരിക്കും? അത് നമ്മളുടെ അറിവുള്ള ആളുകൾ നമ്മളോട് തന്നിരിക്കുന്ന ഉപദേശങ്ങളാണ്, ഉദാഹരണങ്ങളാണ്. അതേപോലെയാണ് ഇന്ന് നമ്മളുടെ കുട്ടികളിൽ സംഭവിച്ചിരിക്കുന്നത്. കുട്ടികൾ അങ്ങനെ ഭ്രമമുള്ളവരായി മാറാൻ കാരണം എന്താണ്? അവർക്ക് ഈ ലഹരി വസ്തുക്കൾ അവർക്കിന്ന് ലഭ്യമാണ്. അത് നിർത്തുവാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ഭരണകൂടം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ അവരെല്ലാം അന്ധാളിച്ച് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അന്ധാളിപ്പ്? ഇപ്പോൾ ഗുരുക്കന്മാർ പറഞ്ഞ രീതിയിൽ അതിനെ ഗൗരവത്തോടു കൂടി കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രശ്നമുണ്ടാകില്ല. അതുകൊണ്ട് ഈ ഭ്രമത്തെ മാറ്റിയെടുക്കുക എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അതെങ്ങനെ മാറ്റിയെടുക്കാം? നമുക്കതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഏവർക്കും നമസ്കാരം.